എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ HSA മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ മുൻപ് നടന്നിട്ടുള്ളതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു സമഭുജ ത്രികോണത്തിന്റെ ആന്തരവൃത്തത്തിന്റെ ആരം 10 സെന്റിമീറ്റർ ആയാൽ പരിവൃത്തത്തിന്റെ ആരം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ ഒരു സമഭുജ ത്രികോണത്തിന്റെ ആന്തരവൃത്തം ഇൻസർക്കിളിന്റെ റേഡിയസ്, ആന്തരവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് എത്രയാണ്? ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് 10 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, ആരം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ശ്രദ്ധിച്ചിരിക്കുക. സർക്കം സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുള്ളത്. ഇൻസർക്കിളിൻ്റെ റേഡിയസ് ഉണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സർക്കം സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതായത് ഈ കാണുന്ന റേഡിയസ്, ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇൻസർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഡിവൈഡഡ് ബൈ 2√3 ആയിരിക്കും. ഓക്കെ, ഇൻസർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനെ 2√3 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആണെങ്കിൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ആ സൈഡിനെ √3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. ഇൻസർക്കിളിൻ്റെ റേഡിയസ് ആണെങ്കിൽ സൈഡിനെ 2√3 കൊണ്ട് ഹരിക്കണം. സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആണെങ്കിൽ സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? √3 കൊണ്ട് ഹരിക്കണം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഇൻസർക്കിളും സർക്കം സർക്കിളും വരുന്ന രീതിയിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഇൻസർക്കിളിൻ്റെ റേഡിയസ്, ആന്തരവൃത്തത്തിൻ്റെ ആരം നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. അതായത് 10 = സൈഡ് ഡിവൈഡഡ് ബൈ 2√3 എന്ന് വരും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി. സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 2√3, അതായത് 20√3 ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. നമ്മളോട് ചോദിക്കുന്ന പരിവൃത്തത്തിന്റെ ആരം, സർക്കം സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സൈഡ് ബൈ √3 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈഡ് നമുക്കുണ്ട് 20√3 ബൈ √3. √3 ക്യാൻസൽ ആയാൽ സൈഡ് എത്രയാണ് കിട്ടുക? 20 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ബി 20 സെന്റിമീറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു വാസ്തവിക സംഖ്യാശ്രേണി an n belongs to n ആണെങ്കിൽ അത് കോശി ശ്രേണി ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇതൊരു കോശി സീക്വൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്നതാണ്. ദ കണ്ടീഷൻ ഫോർ എ കോശി സീക്വൻസ് ഈസ് മോഡ് xn - xm ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n, m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ദാറ്റ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഇതാണ് an എന്ന് പറഞ്ഞ ഒരു ശ്രേണി കോശി ശ്രേണി ആവാനുള്ള കണ്ടീഷൻ. അതായത് എന്നും എമ്മും കെനേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ xn - xmന്റെ മോഡുലസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. ഫോർ ദാറ്റ് k ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ എന്താണ്? കോശി സീക്വൻസ്. ഒരു സംഖ്യാശ്രേണി കോശി ശ്രേണി ആവാനുള്ള കണ്ടീഷനാണ്. ഇപ്പം എന്താണ് ആൻസർ വരിക? മോഡുലസ് ഓഫ് xn - xm ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ nm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ബിലോങ്സ് ടു r എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. d²y/dx² + dy/dx - 6y = 0 എന്ന സമവാക്യത്തിന്റെ പൊതുപരിഹാരം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ ക്യാൻ വി സോൾവ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആദ്യം ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക?
എം സ്ക്വയർ പ്ലസ് എം മൈനസ് 6 ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഓക്സിലറി ഇക്വേഷൻ അല്ലേ. സോറി, ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വൈ ഉണ്ടാവില്ല. എം സ്ക്വയർ പ്ലസ് എം മൈനസ് 6 ഈക്വൽ ടു 0 അല്ലേ. എഫ് ഓഫ് എം ഇൻറ്റു വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ എഫ് ഓഫ് എം ഈസ് ഈക്വൽ ടു 0നെയാണ് ഓക്സിലറി ഇക്വേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ, എം സ്ക്വയർ പ്ലസ് എം മൈനസ് 6 ഈക്വൽ ടു 0. സമ്മും പ്രോഡക്റ്റും എടുക്കാം അല്ലേ. സം എന്ന് പറയുന്നത് 1 കിട്ടണം, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -6 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ 1 ഗുണിച്ചു കഴിഞ്ഞാൽ -6 വരണം അല്ലേ. ഏതാണ് നമ്പേഴ്സ് വരിക? -2 3 നമ്പേഴ്സ്. -2 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 1 കിട്ടുക. -2 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -6 കിട്ടുക. അതായത് m - 2 ഇൻറ്റു m + 3 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് m ഇസ് ഈക്വൽ ടു 2 കിട്ടും, m ഇസ് ഈക്വൽ ടു -3 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. നമുക്ക് 3 കണ്ടീഷൻസ് ആണ് വരിക. ഈക്വൽ റൂട്ടുകൾ വരാം, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരാം, കോംപ്ലക്സ് റൂട്ട് വരാം. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? a(m1) ഞാൻ -3 ആയിട്ട് എടുക്കുകയാണ്, -3x പ്ലസ് b(m2) എന്നുള്ളത് ഞാൻ 2 ആയിട്ട് എടുക്കുകയാണ്, 2x. ഓപ്ഷനിലുള്ളത് പോലെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ വരുന്ന രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. a(-3x പ്ലസ് b(2x). ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ, ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. z എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് z പ്ലസ് 1 ബൈ z മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, സോ z ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ മുകളിലും താഴെ സെപ്പറേറ്റ് മോഡുലസ് എടുക്കാം. മോഡുലസ് ഓഫ് z പ്ലസ് 1, താഴത്തെ മോഡുലസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, 2 ഇൻറ്റു മോഡുലസ് ഓഫ് z മൈനസ് 1. ഇസഡിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സ് പ്ലസ് ഐ വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1. സോ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ഒരുമിച്ചാക്കാം, റിയൽ പാർട്ട്, പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 ഒരുമിച്ചാക്കാം, പ്ലസ് ഐ വൈ. ഓക്കെ, സോ മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ അത് പ്രകാരം റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുന്നു. ഇപ്പം എന്താണ് വരിക? എക്സ് സ്ക്വയർ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ തന്നെ എടുക്കട്ടെ, അടുത്ത സ്റ്റെപ്പിൽ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 വരും. റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഒഴിവായി പോവും. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ ആണേ. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? എ സ്ക്വയർ പ്ലസ് 2ab, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു, ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണേ, 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ is equal to 4x square minus 8x plus 4 plus 4y square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 4 ഉണ്ട്. സോ ഇനി എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ ഒക്കെ ഒരുമിച്ചാക്കുക. ഇവിടെ 4x സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ 4x സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ച് 3x സ്ക്വയർ, 4y സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ കുറച്ച് 3y സ്ക്വയർ, മൈനസ് 8x ഇവിടെ ഉണ്ട്, പ്ലസ് 2x ഇപ്പുറം വരുമ്പോൾ മൈനസ് 2x. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് 4 ഉണ്ട്, പ്ലസ് 1 ഇപ്പുറം വരുമ്പോൾ മൈനസ് 1 ഈക്വൽ ടു 0. അതായത് 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ മൈനസ് 10x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ,
സോ അപ്പോൾ സർക്കിളിൻ്റെ ഇത് എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻ്റ് സെയിം ആയതുകൊണ്ട് സർക്കിളാണെന്ന് മനസ്സിലായി. അല്ലാണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം എല്ലാം സർക്കിളാണ് അല്ലേ, വൃത്തമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം സെൻറ്ററും റേഡിയസും വേണം നമുക്ക് ആൻസർ കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ സെൻറ്ററും റേഡിയസും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പം എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സെയിം ആവണം, 1 ആവണം അല്ലേ. അപ്പം അതിനുവേണ്ടി ഇതിനെ 3 കൊണ്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഡിവൈഡിങ് ബൈ 3 ഇപ്പം എന്താണ് വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10/3x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. സോ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 2g, അതായത് 2g ഇസ് ഈക്വൽ ടു എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് മൈനസ് 10/3. വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ് 2f, ഇവിടെ y ഇല്ല, അപ്പോൾ 2f എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുന്ന് g ഇസ് ഈക്വൽ ടു 2ഉം 10ഉം ക്യാൻസലായി 5 വരും, മൈനസ് 5/3 വരും. ഇവിടുന്ന് f ഇസ് ഈക്വൽ ടു 0യും വരും. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണ് സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഫ്രം ദാറ്റ് സ്റ്റാൻഡേർഡ് ഫോം സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് മൈനസ് g, മൈനസ് f ആണ് അല്ലേ. സോ അത് പ്രകാരം ഇവിടെ സെൻറ്റർ എന്താണ് വരിക? മൈനസ് g എന്ന് പറഞ്ഞാൽ മൈനസ് 5/3, f എന്ന് പറഞ്ഞാൽ 0. മൈനസ് ഓഫ് മൈനസ് 5/3 എന്ന് പറഞ്ഞാൽ 5/3 വരും. 5/3 0 സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിൾ. അത് വെച്ചിട്ട് കൺഫേം ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, 5/3 0 ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വരിക അല്ലേ. 5/3 0 കേന്ദ്രമായിട്ട് വരുന്ന ഒരു സർക്കിളേ ഉള്ളൂ, ഓപ്ഷനിൽ ഒരു സർക്കിളേ ഉള്ളൂ. അപ്പം അത് നമുക്കത് കൺഫേം ചെയ്യാം. റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല, 4/3 ആരമാണ് വരേണ്ടത്. അപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ ഇത് മതി. സോ അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റേഡിയസും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് ഫോം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റേഡിയസ് പറയാം? റേഡിയസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. ഇതാണ് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. ഇത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g എന്ന് പറഞ്ഞാൽ മൈനസ് 5/3 ആണ്, അതിൻ്റെ സ്ക്വയർ. f എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് c എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാം. c എന്ന് പറഞ്ഞാൽ RHS നിൽക്കുന്ന, അതായത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് c എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ നിൽക്കുന്ന ഒറ്റ കോൺസ്റ്റൻ്റ് ഉണ്ട്, 1 ആണ് സിയുടെ വാല്യൂ അല്ലേ. സോ സിക്ക് പകരം 1ഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ എന്താണ് വരിക? റൂട്ട് ഓഫ് ഇത് സ്ക്വയർ എടുക്കുമ്പം 25/9 മൈനസ് 1 എന്ന് വരും. റൂട്ട് ഓഫ് 25 മൈനസ് 9 16/9 എന്ന് വരും. 4/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ റേഡിയസ് 4/3ഉം റേഡിയസ് 4/3ഉം സെൻറ്റർ 5/3 0യും വരുന്ന സർക്കിളാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള റീജിയൻ. സെൻറ്റർ 5/3 0യും റേഡിയസ് 4/3ഉം വരുന്ന സർക്കിൾ. സോ 5/3 0 കേന്ദ്രവും 4/3 ആരവുമുള്ള വൃത്തം എന്ന ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. 3 sin x പ്ലസ് 4 cos xന്റെ ഏറ്റവും കൂടിയ വില കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈസി ടു സ്കോർ ആണ്. അതായത് a sin x പ്ലസ് b cos x ആണെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുക, a sin x പ്ലസ് b cos x ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതിൻ്റെ മിനിമം വാല്യൂ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 sin x പ്ലസ് 4 cos xന്റെ കൂടിയ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. മാക്സിമം വാല്യൂ എന്താണ് വരിക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, റൂട്ട് ഓഫ് 9 പ്ലസ് 16, റൂട്ട് 25, 5 ആണ് നമുക്ക് ആൻസർ കിട്ടുക.
ഓപ്ഷൻ സി 5 ഈസ് കറക്റ്റ്. ഓക്കെ ആണേ. മാക്സിമം വാല്യൂ നമുക്ക് എന്താണ് കിട്ടുക? 5 ആണ് കിട്ടുക. ഇത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ √(a²+b² ആണ്. മിനിമം വാല്യൂ -√(a²+b²). ഓക്കെ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു ഡിറ്റർമിൻഡ് ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. log x log y log z log 2x log 2y log 2z log 3x log 3y log 3z ഈ ഒരു ഡിറ്റർമിൻഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നേരിട്ട് അങ്ങോട്ട് ഇവാലുവേഷന് പോകരുത്. കാരണം കുറച്ചധികം സ്റ്റെപ്പുകൾ വരും അല്ലേ ഡിറ്റർമിൻഡ് ഇവാലുവേഷനിലേക്ക് നമ്മൾ നേരിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി. പ്രോഡക്റ്റിനെ സമ്മാക്കി മാറ്റാൻ ലോഗരിതത്തിന് പറ്റും അല്ലേ? അപ്പോൾ അത് പ്രകാരം ഞാൻ ഇതൊന്ന് ചെറുതാക്കുകയാണ്. ലോഗ് എക്സ് ലോഗ് വൈ ലോഗ് എക്സ് ലോഗ് വൈ ലോഗ് ഇസഡ്. ലോഗ് 2x-നെ ലോഗ് 2 പ്ലസ് ലോഗ് എക്സ് എന്ന് എഴുതാം അല്ലേ? ലോഗ് എ ബി ലോഗ് എ പ്ലസ് ലോഗ് ബി. അതേപോലെ ലോഗ് 2y-നെ ലോഗ് 2 പ്ലസ് ലോഗ് വൈ എന്ന് എഴുതാം. ലോഗ് 2z-നെ ലോഗ് 2 പ്ലസ് ലോഗ് z എന്ന് എഴുതാം. സിമിലർലി ലോഗ് 3x-നെ ലോഗ് 3 പ്ലസ് ലോഗ് എക്സ് എന്ന് എഴുതാം. ലോഗ് 3y-നെ ലോഗ് 3 പ്ലസ് ലോഗ് വൈ എന്ന് എഴുതാം. ലോഗ് 3z-നെ ലോഗ് 3 പ്ലസ് ലോഗ് z എന്ന് എഴുതാം. ഓക്കെ. ഇനി ഒരു എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്താൽ കുറേ കൂടെ എളുപ്പമാണ്. കാരണം ഇവിടെ ലോഗ് എക്സ് ഉണ്ട്, ലോഗ് വൈ ഉണ്ട്, ലോഗ് ഇസഡ് ഉണ്ട്. തേർഡ് റോയിലും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എക്സ് എല്ലാം പോകും. തേർഡ് റോയിൽ നിന്നും ഫസ്റ്റ് റോ കുറച്ച് കഴിഞ്ഞാൽ ലോഗ് എക്സും ലോഗ് വൈയും ലോഗ് ഇസഡും പോകും. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായി അല്ലേ? ആഡ് ചെയ്തിട്ട് സാധനം എല്ലാം കൂടെ പോയി കിട്ടും. സോ ഐ എം അപ്ലൈയിങ് ദ എലമെൻ്ററി ഓപ്പറേഷൻ. R2 gives R2 minus R1 and R3 gives R3 minus R1. സോ ഈ എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്താൽ എന്താണ് വരിക? log x log y log z log 2 പ്ലസ് log x നിന്ന് log x കുറച്ചാൽ ബാക്കി log 2 ഉണ്ടാവുള്ളൂ. log 2 പ്ലസ് log y നിന്ന് log y കുറച്ചാൽ ബാക്കി log 2 ഉണ്ടാവുള്ളൂ. log 2 പ്ലസ് log z നിന്ന് log z കുറച്ചാൽ ബാക്കി log 2 ഉണ്ടാവുള്ളൂ. അതേപോലെ സിമിലർലി log 3 ഇവിടെ ബാക്കി വരുള്ളൂ. log x മൈനസ് R1 ആണ് കുറയ്ക്കുന്നത് അല്ലെ? ഫസ്റ്റ് റോ കുറയ്ക്കുമ്പോൾ log x നിന്ന് log x കുറച്ചാൽ 0 ആയി പോകും. ഇവിടെ log 3 ഉണ്ടാവുള്ളൂ. log y നിന്ന് log y പോയി 0 ആയിപ്പോയി. ഇവിടെ log 3 ഉണ്ടാവുള്ളൂ. log z നിന്ന് log z കുറച്ച് 0 ആവും. ഓക്കെ. സോ ഇതിൻ്റെ ആൻസർ ഒറ്റ നോട്ടത്തിൽ 0 ആണെന്ന് പറയാം. കാരണം വി ക്യാൻ ടേക്ക് കോമൺ ഫ്രം റോ ആൻഡ് കോളം ഇൻ ദ കേസ് ഓഫ് ഡിറ്റർമിൻഡ് ഇവാലുവേഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ log 2 ഔട്ട്സൈഡ് എടുക്കാം അല്ലേ? അപ്പോൾ അവിടെ 1 1 1 ആവും. തേർഡ് റോയിൽ നിന്ന് നമുക്ക് log 3 പുറത്തെടുക്കാം. അവിടെയും 1 1 1 ആവും. അപ്പം സെക്കൻഡ് റോയും തേർഡ് റോയും ഐഡന്റിക്കലായിട്ട് വരും. ഐഡന്റിക്കലായിട്ട് വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്? 0 ആണ് അല്ലെ? ഏതെങ്കിലും രണ്ട് റോയോ കോളമോ ഐഡന്റിക്കലായിട്ട് വന്നാൽ ആ ഡിറ്റർമിനൻ്റ് ആൻസർ 0 ആയിട്ട് വരും. ഓക്കെ. സോ 0 എന്ന് എഴുതിക്കോട്ടെ. ആൻസർ 0 ആണ് വരിക. സെക്കൻഡ് റോയിൽ നിന്ന് log 2 പുറത്തെടുക്കാം. തേർഡ് റോയിൽ നിന്ന് log 3 പുറത്തെടുക്കാം അല്ലേ? അങ്ങനെ പുറത്തെടുത്ത് എഴുതുന്ന സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. സെക്കൻഡ് റോയിൽ നിന്ന് log 2 പുറത്തെടുക്കുന്നു ഇൻറ്റു തേർഡ് റോയിൽ നിന്ന് log 3 പുറത്തെടുത്താൽ ബാക്കി വരുന്നത് എന്താണ്? log x log y log z 1 1 1 1 1 1 എന്നാണ് വരിക. ശരിയല്ലേ? ഇതിൻ്റെ ആൻസർ എന്തായിട്ട് വരും? ഒബ്വിയസ്ലി 0. കാരണം ഏതെങ്കിലും രണ്ട് റോസ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് വരിക? 0 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ എ അല്ലെ? ഓപ്ഷൻ എ 0 ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു കർണരേഖ മെട്രിക്സിന്റെ പ്രതിലോമം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ. അതായത് ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദ്യം. കർണരേഖ മെട്രിക്സിന്റെ പ്രതിലോമം എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ്. ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയായിരിക്കും. ശരിയല്ലേ? ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോ ആവുകയും ബാക്കിയുള്ള എലമെന്റുകളെല്ലാം സീറോയുമായിട്ടുള്ള മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ആ ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്
ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. ആ ഇൻവേഴ്സിൽ വരുന്ന ഡയഗണൽ എലമെന്റ്സ് ആദ്യം ഉണ്ടായിരുന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ റെസിപ്രോക്കൽസും ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഒരു കർണരേഖ മെട്രിക്സിന്റെ പ്രതിലോമം എന്ന് പറയുന്നത് ഒരു കർണരേഖ മെട്രിക്സ് തന്നെയാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി കർണരേഖ മെട്രിക്സ് എന്ന് തന്നെയാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 9x² + 16y² = 144 എന്ന വക്രത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം ഇത് ന്യൂനവക്രമാണ്, കാണുമ്പോൾ തന്നെ അറിയാം. സോ 9x² + 16y², 9x² + 16y² = 144. സോ എലിപ്സ് ആണല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി 144 കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഹരിക്കുക. 9x² / 144 + 16y² / 144 = 144/144. RHS 1 ആക്കണം അല്ലേ. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ x² / 16 + y² / 9 = 1 എന്ന് വരും. ഓക്കെ, സോ x² / a² + y² / b² = 1 എന്ന് പറയുന്ന എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എലിപ്സ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കേട്ടോ. πAB ആണ് ഫോർമുല. ഓക്കെ, സോ ഏരിയ = π × എയുടെ വാല്യൂ എന്താണ്? a² ആണ് 16, എയുടെ വാല്യൂ 4 വരും, ഇൻറ്റു b² ആണ് 9, ബിയുടെ വാല്യൂ 3 വരും. സോ 3 4 12 π ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ എ 12 π ഈസ് കറക്റ്റ്. 12 π ആണ് നമ്മുടെ ഉത്തരം വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 6, 7, 8ാമത്തെ ചോദ്യമായിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിക്കേ. i - 2j + 3k, 2i + j - 4k എന്നീ സദിശങ്ങൾ വശങ്ങളായി വരയ്ക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഈ കാണുന്ന വെക്ടേഴ്സ് അഡ്ജസൻറ്റ് സൈഡായിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം വെക്ടർ എയും വെക്ടർ ബിയും ഒരു ട്രയാങ്കിളിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ½ × മോഡുലസ് ഓഫ് a × b ആണ്. ഓക്കെ, സോ ½ × മോഡ് a × b എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ijk. സോ a × b ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. a × b ഒരു വെക്ടർ ആണ്, എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കാം. a × b അങ്ങ് ആദ്യം ചെയ്യാം. a × b = ഡിറ്റർമിനന്റ് ijk. ഓക്കെ, ആദ്യത്തെ മെട്രിക്സിൽ ijkയുടെ കോയിഫിഷ്യൻസ് 1, -2, 3. രണ്ടാമത്തെ സദിശത്തിൽ ijkയുടെ കോയിഫിഷ്യൻസ് 2, 1, -4. ഓക്കെ, സോ ഇത് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? i × -2 × -4 എന്ന് പറഞ്ഞാൽ 8, -3, -j × j ഉള്ള റോയും കോളവും കളഞ്ഞാൽ -4, -6 + k × k ഉള്ള റോയും കോളവും കളഞ്ഞാൽ 1 + 4 എന്ന് വരും. ഓക്കെ, സോ 5i ഇവിടെ -4, -6, -10 ആണ്. -10 ഓഫ് -j എന്ന് പറഞ്ഞാൽ +10j വരും, +5k. ഓക്കെ, സോ ഇതാണ് നമുക്ക് a × b വരിക. ഇനി മോഡ് a × b വേണം അല്ലേ. മോഡ് a × b എടുത്താൽ എന്താണ് വരിക? √5² + 10² + 5² = ഒരു 5² ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി 1 + 2നെ 10നെ 2 × 5 എന്ന് എഴുതാം. അതായത് 2² × 5² ആണ് 10² അല്ലേ. അതിൽ 5² പുറത്ത് വന്നു, ബാക്കി 2² ഉണ്ടാവും. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് 5² പുറത്തെടുത്താൽ ബാക്കി 1 ഉണ്ടാവുള്ളൂ. √5² എന്ന് പറഞ്ഞാൽ 5 വരും, ബാക്കി റൂട്ടിനുള്ളിൽ 4 1 5 1 6, 5√6 ആണ് ആൻസർ വരിക. സോ 5√6ന്റെ ഹാഫ് അല്ലെ, ഏരിയ എന്ന് പറഞ്ഞാൽ ½ × മോഡ് a × b ആണ് അല്ലെ. ഏരിയ = 5
ഹാഫ് ഇൻറ്റു മോഡ് എ ക്രോസ് ബി. മോഡ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 5√6. അതായത് 5√6 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ആൻസർ വരിക. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി, 5√6 ഡിവൈഡഡ് ബൈ 2 ഈസ് കറക്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ലാസ്റ്റ് ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി സ്ക്വയർ ഐ പ്ലസ് 2t ക്യൂബ് ജെ മൈനസ് 3k ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 എഫ് ഓഫ് ടി ഡി ടി എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ്, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അല്ലേ. ഇൻ്റഗ്രൽ 1 to 2 എഫ് ഓഫ് ടിക്ക് പകരം ടി മൈനസ് ടി സ്ക്വയർ ഐ പ്ലസ് 2t ക്യൂബ് ജെ മൈനസ് 3k നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി ടി ഇസ് ഈക്വൽ ടു, ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു ടിയുടെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2, ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ 3 ഐ പ്ലസ് 2 ഇൻറ്റു ടി ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ ടി റൈസ് ടു 4 ബൈ 4 ജെ മൈനസ് 3യുടെ ഇൻ്റഗ്രൽ 3t. ഓക്കെ, കെ ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 1 മുതൽ 2 വരെ. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ടിക്ക് പകരം 2 കൊടുക്കുക. 2 സ്ക്വയർ ബൈ 2, 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 വരും. മൈനസ് 2 ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാൽ 8 ബൈ 3 ഐ പ്ലസ് ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്ത് താഴെ 2 ആക്കാം. 2 റൈസ് ടു 4 ബൈ 2 എന്നുള്ളത് 2 ക്യൂബാണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ജെ മൈനസ് 3 ഇൻറ്റു 2 6k എന്ന് വരും. ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് 1 കൊടുക്കുക. 1 ബൈ 2 മൈനസ് 1 ബൈ 3 ഐ പ്ലസ് 1 റൈസ് ടു 4 ബൈ 2 1 ബൈ 2 ജെ മൈനസ് 3 ഇൻറ്റു 1 3k. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 23 6 മൈനസ് 8 മൈനസ് 2 ബൈ 3 ചെയ്യുമ്പോൾ എന്താണ് വരിക? 23 6 മൈനസ് 8 മൈനസ് 2 ബൈ 3 ഐ പ്ലസ് 8 ജെ മൈനസ് 6k ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 മൈനസ് 2 1 ബൈ 6 എന്നാണ് വരിക. 1 ബൈ 6 ഐ മൈനസ് 1 ബൈ 2 ജെ പ്ലസ് 3k. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ 6 ആക്കണം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് മൈനസ് 4 ബൈ 6 ഐ എന്ന് എഴുതാം. മൈനസ് 1 ബൈ 6 ജെ അവിടെ ഉണ്ട്. മൈനസ് 5 ബൈ 6 എന്നൊക്കെ തുടങ്ങുന്ന ആൻസർ ഉണ്ടോ? ഓപ്ഷൻ സി ആവാനാണ് സാധ്യത. നോക്കാം, ബാക്കിയും കൂടെ നോക്കാം. പ്ലസ് 8 ജെ ഉണ്ട്, മൈനസ് ഹാഫ് ജെ ഉണ്ട്, മൈനസ് 6k പ്ലസ് 3k എന്ന് പറഞ്ഞാൽ മൈനസ് 3k വരും. ഓക്കെ, സോ മൈനസ് 4i ഐ ആണ് കേട്ടോ ഇവിടെ. മൈനസ് 4i മൈനസ് ഐ എന്നുള്ളത് മൈനസ് 5i, അതായത് മൈനസ് 5 ബൈ 6i പ്ലസ് 12 1 കുറച്ച് 15 ബൈ 2 ജെ മൈനസ് 3k. ഇതുണ്ടോ നോക്കിക്കേ. മൈനസ് 5 ബൈ 6i പ്ലസ് 15 ബൈ 2 ജെ മൈനസ് 3k. മൈനസ് 5 ബൈ 6i പ്ലസ് 15 ബൈ 2 ജെ മൈനസ് 3k. ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക. മൈനസ് 5 ബൈ 6i പ്ലസ് 15 ബൈ 2 ജെ മൈനസ് 3k. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് HSA എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി.